ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കിവിടെ സുഖം തന്നെ. ഇന്നത്തെ വീഡിയോ കുറച്ച് മൺചട്ടികൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മയക്കിയെടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അത് പല കോലത്തിലും മയക്കാം. ഒരു 4-5 രീതിയിൽ അത് മയക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ആ പരിപാടിയാണിന്ന്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് ഫസ്റ്റിൽ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അരി വറുത്തിട്ട് മയക്കുന്ന പരിപാടിയാണ്. ഞാനിപ്പോൾ ഒരു ചട്ടിയിൽ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടാണ് ഇപ്പോൾ അത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ വറുത്ത് അങ്ങനെ കരിയുന്ന വരെ അത് വറുത്തെടുക്കുക. അതാണിപ്പോൾ ഫസ്റ്റിലാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും നല്ലത് ഉമിയാണ്. പഴയ കാലത്തൊക്കെ ഉമി ഇട്ടിട്ടാണ് മയക്കൽ. ഉമി ഇട്ടിട്ട് കരിയോളും അതിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ 2 കാര്യമാണ്. അപ്പോൾ ഉമി പല്ല് വെക്കാൻ ഉമിക്കരി കിട്ടുകയും ചെയ്യും, ചട്ടി വാങ്ങുകയും ചെയ്യും. അങ്ങനെ 2 കാര്യമുണ്ടായി. ഇപ്പോൾ ഉമി കിട്ടാനില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ള രീതികളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലൊന്നിപ്പോൾ നമ്മുടെ രീതിയാണ് അരി വറുത്തെടുക്കുക. ഏകദേശം കരിയുന്ന വരെ അരി വറുക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്യുന്ന പരിപാടി ചായപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ ചായപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിച്ച് വറ്റിക്കുക. അത് കുഴപ്പമില്ല, നല്ല പരിപാടിയാണ്. പിന്നെ മൂന്നാമതായിട്ട് ഇപ്പോൾ കഞ്ഞിവെള്ളം പറഞ്ഞ് തിളപ്പിച്ച് കഴിഞ്ഞാൽ 1-2-3 ദിവസം ഇങ്ങനെ കഞ്ഞിൻ്റെ വെള്ളം വെച്ച് രാത്രി ഉച്ചയ്ക്ക് ശേഷം വെച്ചിട്ട് പിറ്റേന്ന് വെച്ച് ഒഴിവാക്കുക. അങ്ങനെ 2-3 ദിവസം വെക്കും. അപ്പോൾ ഇങ്ങനെ 3-4 രീതിയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഒന്ന് ഫസ്റ്റ് അരി വറുക്കുന്നതും, രണ്ടാമതായിട്ട് ചായപ്പൊടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച്. ഇപ്പോൾ ഈ അരി വറുത്ത് ഇപ്പോൾ അത് ഏകദേശമൊക്കെ ആയി. ഇപ്പോൾ കരിഞ്ഞ് കിട്ടി. ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് മയങ്ങി കിട്ടി. പണ്ട് പിന്നെ എല്ലാ വീട്ടിലും ഉമി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഉമിയൊന്നും ഇപ്പോൾ അവിടെ എവിടെയും കിട്ടാനില്ല. മില്ലിൽ പോയാലും വരെ കിട്ടുന്നില്ല. ഞങ്ങൾ ശ്രമിച്ച് നോക്കി, കിട്ടിയില്ല. കുഴപ്പമില്ല, ഇങ്ങനെ അരി വറുത്താലും മതി. പിന്നെ അരി നമ്മൾ ഒഴിവാക്കണ്ടേ? ഇപ്പോൾ വറുത്ത് കഴിഞ്ഞാൽ കരിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നമുള്ളൂ. ചായപ്പൊടിയുള്ള കുഴപ്പമില്ല, ചായപ്പൊടി ഇട്ടാലും പറ്റും. ചായപ്പൊടി ഇട്ട് നല്ലോണം തിളപ്പിച്ചാണ് വറ്റിച്ചെടുക്കുമ്പോൾ മൊത്തത്തിലൊന്ന് ശരിയായി. പിന്നെ ചുവയൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിൽ ലാസ്റ്റ് എണ്ണയൊക്കെ പുരട്ടി വെച്ചത് ഇപ്പോൾ കുഴപ്പമില്ല, അത് റെഡിയാക്കി. ഇനിയിപ്പോൾ ഇല്ല, ലാസ്റ്റ് എണ്ണയൊക്കെ പുരട്ടി കഴിഞ്ഞ് 2 ദിവസം വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഉപയോഗിക്കാം. കുറേ ചട്ടികൾ വാങ്ങിയപ്പോൾ കുറച്ച് തോന വാങ്ങിയതാണ്. എപ്പോഴും പോയി വാങ്ങാൻ പറ്റില്ല. എന്നോ ഈ വാങ്ങണം എന്ന് വിചാരിക്കുന്നത്. ചട്ടിയിൽ എല്ലാം വാങ്ങിയ ചട്ടിയിലൊക്കെ ആണെങ്കിൽ ഈ മീൻകറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് ഇന്ന് വെച്ച് നാളെ കൂട്ടണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. സൂപ്പറാണ്. പിന്നെ ചോറ് വെച്ചാൽ നമ്മൾ അലുമിനിയം പാത്രത്തിൽ വെക്കുമ്പോൾ ആ വെള്ളം പീച്ചലൊന്നും ഉണ്ടാവില്ല. നല്ല വളർന്ന് നിൽക്കും ചോറ്. സൂപ്പറായിരിക്കും. നമ്മളിത് ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെള്ളപ്പൊക്കം കയറിയ സമയത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി തട്ടിപ്പൊട്ടിയൊക്കെ പോയി. അങ്ങനെ ഒഴിവാക്കി. പിന്നെ അതിൻ്റെ ശേഷമായിട്ട് വാങ്ങിയിട്ടില്ല. വാങ്ങണം വിചാരിക്കും, അതിന് സമയം കിട്ടില്ല. അപ്പോൾ അങ്ങനെ വൈകിപ്പോയി. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ ഞങ്ങൾ കുറച്ച് പെട്ടെന്ന് പോയി വാങ്ങിയതാ. പിന്നെ ഈ വെള്ളം കുടിക്കാൻ വെള്ളം എപ്പോഴും തിളപ്പിച്ചേക്കാനും ഏറ്റവും നല്ലത് തിളപ്പിച്ച വെള്ളം. തണുത്ത വെള്ളം കൂജ നല്ല വലിയ കലം കിട്ടുകയാണെങ്കിൽ അത് നല്ല തണുത്ത വെള്ളമൊക്കെ. നമ്മളിവിടെ കൂടുതൽ ചൂടുവെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് എപ്പോഴും അടുപ്പത്ത് ഇങ്ങനെ വെക്കാൻ. അലുമിനിയം പാത്രം തീരെ ശരിയാവില്ല. അത് വെള്ളം ഇങ്ങനെ തിളക്കുന്നതനുസരിച്ച് ആ ചുവ വ്യത്യാസം വരും. അലുമിനിയത്തിൻ്റെ പ്രത്യേക ഒരു യാതി ചുവയാണ്. കലത്തിലാകുമ്പോൾ ആ പ്രശ്നം വരില്ല. ഏകദേശമൊക്കെ മയക്കാനുണ്ട്. കുറേ മയക്കി അങ്ങനെയൊക്കെയാണ്. പത്തിരിച്ചട്ടി മയക്കിയിട്ടില്ല. അതിങ്ങനെ വയ്യായിട്ട് ഇങ്ങനെ പോവുകയാണ്.
ചോറ് വെക്കുന്ന കാലം, കറി വെക്കുന്ന കാലം, പത്തിരിച്ചട്ടി, പിന്നെ വറവിട ചട്ടി, അങ്ങനെ 5-8 ചട്ടികൾ, 13 ചട്ടിയാണ് അല്ല 10 ചട്ടി അങ്ങനെ വാങ്ങി. പിന്നെ അതിൻ്റെ മൂടികളും. ഞങ്ങൾ പിന്നെ കൂടുതൽ അടുപ്പിൽ വെച്ചിട്ടാണ് ഇപ്പോൾ അതൊക്കെ മയക്കിയിടുന്നത്. ഈ അരി വറുത്ത് മാത്രമേ ഇപ്പോൾ ഗ്യാസിൽ വെച്ചിട്ടുള്ളൂ. ഗ്യാസിൽ വെച്ചാൽ ഒക്കില്ല, ഗ്യാസ് കണ്ടമാനം ചിലവാണ്, കുറേ നേരം പതുക്കണ്ടേ. അപ്പോൾ തീ അടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് നല്ല കത്തിക്കൽ കത്തിച്ച് വെള്ളം പതിപ്പിച്ചെടുക്കും. ഗ്യാസ് മേലെ മുതലാവില്ല. തീ അങ്ങനെ കത്തിപ്പതച്ച മറിയാണ്. ഇപ്പം ചായപ്പൊടി ഇട്ട് വെച്ചാണ്. ഇതൊക്കെ ഏകദേശം റെഡിയായ ചട്ടികളാണ്. ചായപ്പൊടി ഇട്ട് റെഡിയാണ്. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്ര മാത്രം തന്നെ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ഇന്ന് ചട്ടി മയക്കുന്ന ഒരു വീഡിയോ. ഏതായാലും ചട്ടി വാങ്ങിയല്ലേ, അപ്പോൾ ഒരു വീഡിയോ ആക്കി എടുത്തതാണ്. ഏതായാലും ഇതിവിടെ നിർത്തുകയാണ്.